തിരുവനന്തപുരം കളക്ടർ ജെറമിക് ജോർജ് അധികാര ദുർവിനിയോഗം നടത്തിയതായി പരാതി. നഖത്തെ ബാധിക്കുന്ന രോഗം ചികിത്സിക്കാൻ സർക്കാർ ഡോക്ടറെ വസതിയിലേക്ക് വിളിച്ചുവരുത്തി. കളക്ടർക്കെതിരെ പ്രതിഷേധവുമായി സർക്കാർ ഡോക്ടേഴ്സ് രംഗത്തെത്തി. വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരിയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, കളക്ടർ ഇവിടെ അധികാരം ദുർവിനിയോഗം ചെയ്ത് എന്നാണല്ലോ ഡോക്ടേഴ്സ് പറയുന്നത്. കളക്ടറുടെ പ്രതികരണം ലഭ്യമാണോ? കൃഷ്ണ, കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കിട്ടുക തന്നെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇത് ഡോക്ടർമാർ പറയുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് സർക്കാർ ഡോക്ടേഴ്സ് പറയുന്നത്. ഡോക്ടർമാരുടെ സംഘടനയായ KGMO പ്രതിനിധികൾ പറയുന്നത് അങ്ങനെയാണ്. അത് ഒരു കോൾ, അതായത് കളക്ടറുടെ ക്യാമ്പ് ഹൗസിൽ നിന്ന് DMOയ്ക്കാണ് കോൾ പോകുന്നത്. ഇത്തരത്തിലൊരു ഡോക്ടറെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് DMOയ്ക്ക് കോൾ പോകുന്നു. തുടർന്ന് ആ കോളിൻ്റെ മറുപടി എത്തുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രി സൂപ്രണ്ടും മറ്റുള്ളവരും ചേർന്ന് സർജനെ അവിടേക്ക് നിയോഗിക്കുന്നതിന് വേണ്ടി നിർബന്ധിതരാകുകയായിരുന്നു. ആ സമയത്ത് വലിയ തിരക്ക് ആ OP യിൽ അനുഭവപ്പെട്ടിരുന്നു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നമുക്കറിയാം, സർജറി OP യിലൊക്കെ സാധാരണഗതിയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാട് എത്തുന്ന OP ആണ് അത്തരത്തിൽ സർജറി OP ഒക്കെ. അവിടെ നിന്നാണ് ഒരു സർജൻ കളക്ടറുടെ ക്യാമ്പ് ഹൗസിലേക്ക് പോകാൻ നിർബന്ധിതനായത്. അവിടെ എത്തി ആ ഡോക്ടർ അവിടേക്ക് എന്തിനാണ് വിളിച്ചു വരുത്തിയതെന്ന് അവിടെ എത്തുമ്പോഴാണ്, വസതിയിൽ എത്തുമ്പോഴാണ് അറിയുന്നത്. കളക്ടറുടെ കുഴിനഖം ചികിത്സിക്കാനാണ് ഈ ഡോക്ടറെ വിളിച്ചു വരുത്തിയതെന്നുള്ളതാണ്. വലിയ പ്രതിഷേധമാണ് ഡോക്ടേഴ്സ് ഉയർത്തുന്നത് ഈ നടപടി, കളക്ടറുടെ ഈ നടപടിയുമായി ബന്ധപ്പെട്ട്. KGMOയെ വ്യക്തമാക്കുന്നത് കളക്ടർ നടത്തിയത് അധികാര ദുർവിനിയോഗമാണ്, ഇത് അംഗീകരിക്കാനാകില്ല എന്നാണ് KGMOയെ വ്യക്തമാക്കുന്നത്. വലിയ പ്രതിഷേധം അവർ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും അവർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഡോക്ടർമാരുടെ മാന്യത സംരക്ഷിക്കുന്ന നടപടി ഉണ്ടായില്ല എങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ നിർബന്ധിതരാകും എന്നാണ് KGMOയെ വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു അലക്സ് റാം മുഹമ്മദ്.